അന്നേരം ഉണ്ടല്ലോ ഞാന് അത് ഒഴിവാക്കി അതിനെ കുറിച്ചൊന്നും ഇനിയും സംസാരം വേണ്ട എന്നൊക്കെ പറഞ്ഞോണ്ടാണല്ലോ ഞാൻ കുമ്പസാരിച്ചു പോകും അച്ഛനെ കറക്കറ്റുന്നത്. അപ്പൊ അതിനെ കുറിച്ചൊന്നും നമ്മൾ ഇനി സംസാരിക്കുന്നില്ല എന്ന് തന്നെ വിചാരിച്ചല്ലോ. അങ്ങനെയൊന്നും അതൊന്നും അപ്പൊ നമ്മൾ അപ്പൊ വിചാരിച്ച അതൊന്നും കാര്യം ഇപ്പൊ നടക്കുന്നതല്ല. പപ്പയാണ് എന്നോട് സംസാരിച്ചത്, ഞാനല്ല. ആയിക്കോട്ടെ, ഞാൻ ആ തെറ്റ് ഞാൻ ഏറ്റെടുത്തോളാം. അല്ല, എന്നെ ഇപ്പൊ പ്രേരിപ്പിക്കുന്നത് ആരാ? ഇനിയും ഞാൻ പ്രേരിപ്പിച്ചു പോകും. എനിക്ക് കാര്യം നീ അങ്ങനെ ചെയ്യരുത്, രക്ഷപ്പെടുത്തണം. അങ്ങനെ ചെയ്യരുത്. കാരണം എന്ന് വെച്ചാല് അച്ഛൻ വിളിക്കുകയല്ലേ പപ്പേനെ? ഏതച്ഛൻ? വെള്ളരിക്കുണ്ടിലെ അച്ഛൻ 2 ദിവസം കഴിഞ്ഞ് വിളിക്കാന്നൊക്കെ അല്ലേ പറഞ്ഞിരുന്നേ? എന്നെ വിളിച്ചിട്ടേ ഇല്ല. വിളിച്ചിട്ടില്ല അല്ലേ? അച്ഛനോട് നീ അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് അച്ഛന്റെ അടുത്ത് ഞാനൊരു വലിയ തെറ്റുകാരനായിരിക്കും. അതൊന്നും സാരമില്ല. അത് കാരണം നമ്മൾ കുമ്പസരിക്കുമ്പോ അത് പറഞ്ഞില്ല. ഞാനിപ്പൊ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോ അച്ഛൻ ചോദിക്കുക എവിടുന്ന് എങ്ങനെയെന്നൊക്കെ ചോദിക്കും. അങ്ങനെയൊന്നും ചെയ്യല, അങ്ങനെയൊന്നും ചോദിക്കല. വ്യഭിചാരം ചെയ്തു എന്ന് പറഞ്ഞാൽ വ്യഭിചാരം ചെയ്തു എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടുന്നാണ്, എന്തിനാണ്, എങ്ങനെയാണ്, ഇതൊന്നും അച്ഛൻ ചോദിക്കല. അല്ല, അച്ഛൻ എന്നിട്ട് എന്നോട് ചോദിച്ചല്ലോ എത്ര പ്രാവശ്യം ചെയ്തു, എങ്ങനെയാ ചെയ്തത്, ഇതെല്ലാം ചോദിച്ചല്ലോ. അതൊന്നും അങ്ങനെ ചോദിക്കല്ലോ, ഒരു അച്ഛന്മാർ അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. അച്ഛൻ എന്നോട് ചോദിച്ചു എത്ര പ്രാവശ്യം ചെയ്തു എന്ന് ചോദിച്ചു. അപ്പൊ നീ എണ്ണം പറഞ്ഞോ? ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ല, കുറെ പ്രാവശ്യം ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ തന്നെയല്ല പിള്ളേരപ്പൊ എന്ത് ചെയ്യുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു പിള്ളേര് ഉറക്കവാ, നീ അങ്ങോട്ട് പോവോ അതോ ഇങ്ങോട്ട് വരുവോ? റൂം ഒന്നും വേറെ ഇല്ലായിരുന്നോ എന്ന് ചോദിച്ചു. എക്സ്ട്രാ റൂം ഒന്നും ഇല്ലായിരുന്നോ? അപ്പം എങ്ങനെയാ, നീ അങ്ങോട്ട് പോവോ? ഞാൻ പറഞ്ഞു റൂമൊക്കെ ഉണ്ട്. അപ്പൊ നീ അങ്ങോട്ട് പോവോ അതോ പുള്ളി ഇങ്ങോട്ട് വരുവോ, പപ്പ ഇങ്ങോട്ട് വരുവോന്ന് അങ്ങനെയൊക്കെ വരെയും ചോദിച്ചു. അപ്പൊ പിന്നെ ഞാൻ പറയും എന്റെ അടുത്ത് വരുമെന്ന് പറഞ്ഞു. അല്ല, ഞാൻ പിന്നെ അങ്ങോട്ട് പോകുമെന്ന് പറയാൻ പറ്റുമോ? അത് കൊള്ളാമല്ലോ. ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് വരും, എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നു പറഞ്ഞു. റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു പറഞ്ഞു. അങ്ങനെയല്ലേ സംഭവം? ഇനി അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ഇനിയും വരും അങ്ങനെ തന്നെ കൂട്ടിക്കൊണ്ട് പോവാൻ. മിക്കവാറും വെള്ളം മറിക്കരുത്. രാവിലെ ഉണ്ടല്ലോ ഒരു ജഗ് വെള്ളം ഈ പ്ലൈവുഡ് അടിച്ചില്ലേ അതിന്റെ മണ്ടയിലോട്ട് മറിച്ചിട്ട് ഒരു വിധത്തില് ഞാൻ അതെല്ലാം തുടച്ചു കളഞ്ഞത്. എങ്ങനെയൊക്കെയാണെന്നറിയാം, ഇവിടെ നിൽക്കാൻ ഭയങ്കര പാടായി. പിള്ളേരെ കൊണ്ട് ഇവിടെ നിൽക്കുന്ന കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇങ്ങനെയുള്ള ഇന്നോ നാളെയോ ഞാൻ വരുന്നുണ്ട്. അങ്ങോട്ട് വരുമ്പോ ഞാൻ മമ്മിയെ കൂട്ടിയേ വരുള്ളൂ. മമ്മി അവിടെ ഇരുത്തിയിട്ട് ഞാൻ ഒരു വീടിനെ കുറിച്ച് അന്വേഷിച്ച് നോക്കാം, അവിടെ എവിടെയും പറ്റുമോ. ഈ മാസം ഉണ്ടല്ലോ, ഈ മാസം ഇന്നിപ്പം ഈ മാസം എത്രയായി? 19. 19. അപ്പം ഈ മാസം തീരുന്ന ഉടനെ തന്നെ നമുക്ക് വീട് കിട്ടുവാണെങ്കിൽ അടുത്ത മാസത്തെ വാടക ഇവിടെ കൊടുക്കണ്ടല്ലോ. ആ രീതി നോക്കുവാണെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു. ചേട്ടായും ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്, വീട് നോക്കുന്നുണ്ട്. അപ്പം ചേട്ടായി നോക്കുന്നത് അങ്ങോട്ടൊക്കെ ആ ഭാഗത്തേക്ക്. അവിടെ ഇന്നലെ ഞാൻ ഇവിടെ വന്നപ്പോ ഇവിടെ ഇരുന്ന് ഫോൺ വിളിച്ചിട്ട് വീട് അന്വേഷിച്ചു. നല്ല വീട് വേണം, നിന്നെ ഞാൻ വേണ്ട പോലെ കണ്ടോളാം, അത്യാവശ്യം നല്ല വീട് തന്നെ വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നല്ല വീടും വേണം അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ മാസം തന്നെ ചേട്ടായി അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങോട്ടാണോ? കാരാട്ടൊരു വീടുണ്ടെന്ന് പറഞ്ഞോണ്ട് ഇന്നലെ വിളിച്ചു. അപ്പൊ അവിടെ പോയി താമസിച്ചേക്കരുത് കേട്ടോ. കാരാട്ടല്ല, അവിടെ ആ ഭാഗത്ത് എവിടെയോ അങ്ങോട്ടങ്ങാണ്ട. അപ്പൊ എങ്ങോട്ടാന്ന് ചേട്ടായി പറഞ്ഞു, എനിക്ക് അറിയത്തില്ല, മറന്നുപോയി. അപ്പൊ കൂരാങ്കുണ്ടാണോ? കൂരാങ്കുണ്ടല്ലെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങോട്ട് വീടുണ്ട്. അപ്പൊ പറഞ്ഞു ചേട്ടായി പറഞ്ഞായിരുന്നു. അപ്പൊ അവര് വിളിച്ചപ്പം പറഞ്ഞു ആ വീട്ടിൽ ആളുണ്ട്, അത് നല്ല വീടായിരുന്നേ. അപ്പൊ ആ വീട്ടിലെ ആള് താമസം മാറിയില്ലെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു എന്നാ അടുത്തത് നോക്കിയിട്ട് ഇന്ന് പറയാന്നാ പറഞ്ഞേക്കുന്നത്. ഇന്ന് വീട് നോക്കിയിട്ട്. അപ്പൊ വീട് മാറിയ എന്നോട് പറയുമോ? എന്നോട് പറഞ്ഞത് വീട് മാറിക്കഴിഞ്ഞാൽ എവിടെയാ താമസിക്കുന്നതെന്നൊന്നും പപ്പയോട് പറയണ്ടെന്നാ പറഞ്ഞത്. അത് പറ്റിയാൽ നിങ്ങൾക്ക് പറയത്തില്ലേ? അത് ഇങ്ങനെ പറയാതിരിക്കുന്നേ, മമ്മിയോട് പറയാന്നൊക്കെ ഞാൻ പറയാം. പിന്നെ മമ്മിയോടും പപ്പ ഇത്രയും കാലം നോക്കിയ കുഴപ്പമൊന്നുമില്ലാതെ ഈ വീടൊക്കെ എടുത്തൊന്ന് പപ്പ മാറി താമസിപ്പിക്കാനൊക്കെ വളരെ സാധിച്ചു. ഇനി സാധനങ്ങളെല്ലാം മേടിച്ചു തന്നിട്ട് പപ്പായോട് പറയാതെ ഒന്നും പോകാൻ പറ്റില്ല. വീട് മാറി പോകുന്നതിന് പപ്പായോട് പറയുമെന്ന് പറയത്തില്ലേ? പറയാം, അതൊക്കെ ഞാൻ പറഞ്ഞോളാം സാവകാശം. പിന്നെ ആദ്യം എന്നോട് പറഞ്ഞത് വീട്ടു സാധനങ്ങളൊന്നും നമുക്ക് വേണ്ട, കട്ടിലൊന്നും അപ്പം തന്നെ എടുത്തോട്ടെ, കട്ടിൽ ഞാൻ നിനക്ക് അവിടുത്തെ തരാം. അവിടുത്തെ ആരുടെ കെട്ടിലത് നിനക്ക് ചോദിക്കത്തില്ലായിരുന്നു? കട്ടിലെ സാധനങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഈ വീട്ടിലെ സാധനങ്ങൾ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല ചേട്ടായി, എല്ലാം പപ്പ വാങ്ങിച്ചു തന്നേലെ, പുതിയ പാത്രങ്ങളും മിക്സി അങ്ങനത്തെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു തന്നേലെ, അതൊന്നും അങ്ങനെയൊന്നും നമുക്ക് ചെയ്യണ്ട, നമുക്ക് സാധനങ്ങളെല്ലാം കൊണ്ടുപോയേക്കാം, അതൊന്നും കുഴപ്പമില്ല,
ചേട്ടനെ കൊണ്ട് ഒറ്റയ്ക്ക് നോക്കിയാൽ കൂടുകയില്ല, അതുകൊണ്ട് ഈ സാധനങ്ങളെല്ലാം നമുക്ക് കൊണ്ടുപോകണം, അത് തെറ്റല്ലേ അങ്ങനെ ചെയ്യുന്നേന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ പൈസ എടുത്തായിരുന്നല്ലോ അല്ലേ? പൈസ എടുത്തു. എനിക്കാണെങ്കിൽ വള്ളിക്കടവിലൊന്ന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഈ എന്നാ ബാങ്കിന്റെ പാസ്ബുക്കിന്റെ ഇതും പിന്നെ മറ്റേ അത് ഞാൻ കൊണ്ട് കൊടുത്താലും പോരെ? അത് പപ്പ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുവോ? ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ചിട്ടില്ലല്ലോ. എവിടുന്ന് പോക്കാണ് പണി. എനിക്ക് എങ്ങോട്ടും പോകാൻ ഇപ്പൊ താല്പര്യമില്ല പപ്പ. എങ്ങോട്ടും പോകാൻ ഒരുങ്ങി ഇവിടെ വണ്ടി കാത്തൊക്കെ നിൽക്കണ്ടേ. പണ്ടെന്ന് പറഞ്ഞാൽ ചേട്ടായി എല്ലായിടത്തും കൊണ്ട് ആക്കും, എവിടെയാണ് ഇറങ്ങേണ്ടത് അവിടെ കൊണ്ടാക്കും, അവിടുന്ന് കൂട്ടിക്കൊണ്ട് വരും. എങ്ങും വണ്ടിക്കും ബസ്സിനും ഒന്നും പോയുള്ള ശീലം ഇല്ലല്ലോ. ഇപ്പൊ എല്ലായിടത്തും പോയി വണ്ടി കാത്തു നിക്കുന്നതിന് എനിക്ക് വയ്യാത്തോണ്ടാ, വേറൊന്നുമല്ല. വണ്ടി മേടിച്ചു തരാൻ എനിക്ക് ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അനുവദിക്കുന്നില്ല. വണ്ടിയോ ഈ പപ്പേനെ കൊണ്ട് തോറ്റു. എനിക്ക് അത്രയൊരു മനസ്സിനൊരു സമാധാനമായി. എനിക്ക് ഈ ഡ്രൈവിംഗ് അറിയാമോ? വണ്ടി മേടിച്ചെന്ന്, വേറെ പണിയൊന്നും ഇല്ല. ഇങ്ങനെ ഞാൻ പറഞ്ഞേ ഞാൻ ഡ്രൈവറായിട്ടിരിക്കാൻ നിന്റെ മുതലാളി, നിന്റെ മുതലാളി അല്ല, നീ എന്റെ മുതലാളി, ഞാൻ ഡ്രൈവറുമായിട്ട്. ആയിക്കോട്ടെ നമുക്ക് ആലോചിക്കാം. പിന്നെ എന്നിട്ട് ഇങ്ങനെ ബസ്സിനൊക്കെ പോയി, എവിടെ നമ്മളിപ്പം പോയിട്ട് ആവശ്യം കഴിഞ്ഞ് തിരിച്ചു വരാൻ ബസ് നോക്കി മണിക്കൂറുകളോളം ഒക്കെയാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം പള്ളിക്കടവിൽ പോയി നിന്ന് മടുത്തു. പള്ളിക്കടവിൽ ആ ഗ്യാസ് ഏജൻസി നിൽക്കുമ്പോ ഒരു വണ്ടി വെള്ളക്കുണ്ടിലോട്ട് പോയി. അത് കഴിഞ്ഞ് പിന്നെ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാ വണ്ടി വന്നത്. അപ്പൊ കുഞ്ഞാവ് അവിടെ നിന്ന് കുഞ്ഞാവയ്ക്ക് വേണ്ടുന്ന സാധനങ്ങൾ, ജ്യൂസ് വേണോന്ന് പറഞ്ഞു ഉടനെ ജ്യൂസ് മേടിച്ചു കൊടുത്തു. പഴംപൊരി വേണോന്ന് പറഞ്ഞു പഴംപൊരി മേടിച്ചു കൊടുത്തു. കിൻഡർ ജോയ് വേണോന്ന് പറഞ്ഞു കിൻഡർ ജോയ് വാങ്ങിച്ചു കൊടുത്തു. ഇതാണ് പിള്ളേരെ കൊണ്ട് പോകാൻ പറ്റിയത്. എന്റെ പൈസ അങ്ങനെ തീർന്നു പോവുകയല്ലേ പെറുക്കി. ഇതിപ്പം ചേട്ടയും പപ്പയും കൂടെ ഉള്ളതുകൊണ്ട് അത്രയും പൈസ ഒക്കെ ഇങ്ങനെ പിള്ളേര് ചോദിക്കുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് അതിനെ കുറിച്ച് അതിന്റെ ബുദ്ധിമുട്ടൊന്നും അറിയണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ തന്നെ കയ്യിൽ നിന്ന് പൈസ പെറുക്കി കഴിയുമ്പോഴത്തേക്കിനും തീർന്നോണ്ടിരിക്കുവല്ലേ പൈസ. അതുകൊണ്ടൊരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് എങ്ങോട്ടും പോകാൻ താല്പര്യമില്ല. ഇത്രയും പഞ്ചസാരയോ? അതൊന്നും വേണ്ട മോനെ. അതെ, ചായ കുടിച്ചു പപ്പ. എന്നാ ചായക്ക് കടി? ഉപ്പുമാവ് ഉണ്ടാക്കി. സാധനം വല്ല തീരാറായോ? സാധനം ഞാൻ പറഞ്ഞല്ലോ, ഞാന് ഉരുളക്കിഴങ്ങ്, പിന്നെ ഇച്ചിരി ബീൻസ് പയറ്, മുട്ട, പിന്നെ റവ, ഇങ്ങനെയൊക്കെ സാധനങ്ങൾ മേടിച്ചായിരുന്നു. പൈസ കൊടുത്തോ അവിടെ? പൈസ കൊടുത്തിട്ടാ മേടിച്ച. അവര് മാനക്കുഞ്ഞ് ഇത്രയും പഞ്ചസാര ഒന്നും എടുക്കല്ലേ. അവരോടാ, കടക്കാരോടാ? ഞാൻ പൈസ കൊണ്ടുപോയിട്ട് സാധനം മേടിച്ചിട്ടാ ചോദിച്ചത്. പറ്റ് അത്യാവശ്യം ഇപ്പൊ തുടങ്ങിയതല്ലേ ഉള്ളൂ, കട തുടങ്ങിയതല്ലേ ഉള്ളൂന്ന്. അതുകൊണ്ട് അത്യാവശ്യം എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അതൊരു മടിയല്ലേ അവർക്ക്. ഞാൻ വരുമ്പോ ഞാൻ പറഞ്ഞോളാം. അല്ല ചേട്ടായും പറഞ്ഞിട്ടുണ്ട്, കടയിൽ താഴെ സാധനം മേടിച്ചോ, പൈസ ഞാൻ കൊടുത്തോളാന്ന് ചേട്ടായും പറഞ്ഞിട്ടുണ്ട്. അവനെ അറിയാവുന്നതാണല്ലോ. അപ്പം പറഞ്ഞിട്ടുണ്ട്, എന്നോടും പറഞ്ഞു നീ സാധനം മേടിച്ചോ, ഞാൻ പൈസ കൊടുത്തോളാന്ന് പറഞ്ഞു. അങ്ങനെ